ഹലോ കൂട്ടുകാരെ, 2024 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ ഹൊറർ സർവൈവൽ മൂവിയാണ് റിവർ ഓഫ് ബ്ലഡ്. വളരെയധികം അപകടം പിടിച്ച ഒരു കാട്, മനുഷ്യനെ കണ്ട കടിച്ചു പറിച്ചു തിന്ന നരഭോജികളുള്ള ഒരു കാട്. ഇതൊന്നും അറിയാതെ ആ കാട് ചുറ്റിക്കാണാൻ വേണ്ടി കുറച്ച് പേര് അങ്ങോട്ടേക്ക് പോവുകയാണ്. കാട്ടിലേക്ക് കയറിയത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. പുറത്ത് കിടക്കാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും പറ്റുന്നില്ല. അവർ എങ്ങനെയായിരിക്കും അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നേരെ നമുക്ക് കഥയിലോട്ട് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ സൗത്ത് ഏഷ്യയിലുള്ള വലിയൊരു കാടാണ് കാണിക്കുന്നത്. അവിടെ 2-3 പേര് ചേർന്നിട്ട് മെഷീനൊക്കെ ഉപയോഗിച്ച് മരങ്ങളൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ആരോ ഒരാൾ മരങ്ങൾക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാടല്ലേ, ചിലപ്പോൾ അവിടെ താമസിക്കുന്ന വല്ല ആദിവാസികളുമായിരിക്കുമെന്നാണ് അയാൾ വിചാരിക്കുന്നത്. അത് വലിയ കാര്യമാക്കാതെ അയാൾ വീണ്ടും ജോലി ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ അല്പനേരം കഴിഞ്ഞതും കൂടെ ഉണ്ടായിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മൂത്രമൊഴിക്കാനായിട്ട് ആ കാടിൻ്റെ അടുത്തേക്ക് കയറി പോകുന്നുണ്ട്. അതൊക്കെ നോക്കിക്കൊണ്ട് ഇയാൾ വീണ്ടും ഇയാളുടെ ജോലി ചെയ്യാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് നേരത്തെ കാട്ടിലേക്ക് പോയ ആളില്ലേ, അയാൾ മറിഞ്ഞു വീഴുന്ന പോലെ ഇയാൾ കാണുന്നത്. എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നിയപ്പോൾ ഇയാൾ ഒരു കോടാലിയും കയ്യിലെടുത്തുകൊണ്ട് അയാളുടെ അങ്ങോട്ടേക്ക് പോവാണ്. എന്നാൽ അവിടേക്ക് ചെന്നതും കണ്ട കാഴ്ച ആൾ ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറെ രക്തവും പിന്നെ മറ്റേ ആളുടെ അറ്റുപോയിട്ടുള്ള ഒരു വിരലുമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇനി ഇവിടെ നിന്ന പണിയാവെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഇയാളാണെന്നുണ്ടെങ്കിൽ ജീവനം കൊണ്ട് ഓടാൻ തുടങ്ങി. ഓടുന്നതനുസരിച്ചിട്ട് ഇയാൾ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഇയാൾക്ക് മനസ്സിലായി. അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇയാളൊരു ട്രാപ്പിൽ വീണ് പോവാണ്. അങ്ങനെ ആ കുഴിയിൽ നിന്ന് ഇയാൾ ഒരുവിധം രക്ഷപ്പെട്ട് ഓടിക്കേറിയെങ്കിലും പക്ഷേ മറ്റൊരു ട്രാപ്പിൽ അയാൾ കുടുങ്ങി പോവുകയാണ്. തല കീഴായി ഇയാളെങ്ങനെ മരത്തിന് മുകളിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. ഒരു കാട്ടുവാസി ഇയാളുടെ നേരെ നടന്നു വരികയാണ്. വെറുമൊരു കാട്ടുവാസി അല്ല കേട്ടോ, നല്ല അസല് നരഭോജിയാണ്. മനുഷ്യന്മാരെ കണ്ടാൽ വെട്ടിക്കണ്ടിച്ച് തിന്നുന്ന ഐറ്റം. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന കോടാലി ആണെങ്കിൽ തറയിൽ വീണുപോയി. എന്നാൽ ആ നരഭോജിയാണെന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്തേക്ക് വന്നതും അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ വെട്ടുകത്തി മാറ്റി വെച്ചിട്ട് നേരത്തെ തറയിൽ വീണ കോടാലില്ലേ അതെടുത്തുകൊണ്ട് ഇങ്ങേർക്കിട്ട് നല്ല പണി കൊടുക്കുകയാണ്. അതാണ് നമ്മുടെ ഈ ഒരു കഥയുടെ തുടക്കം. അടുത്തതായിട്ട് ഇതേ കാടിൻ്റെ താഴെയുള്ള ഒരു റിസോർട്ടാണ് കാണിക്കുന്നത്. അവിടെ ടൂറിന് വന്നിരിക്കുന്ന 2 കപ്പിൾസാണ് നമ്മുടെ ഈ മൂവിയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇവളുടെ പേര് ജാസ്മിൻ എന്നും ജാസ്മിൻ്റെ ഹസ്ബൻഡാണിത് റിച്ചി എന്നാണ് അവൻ്റെ പേര്. പിന്നെ ഇത് മായയുടെ ഹസ്ബൻഡ് അജയ്. ഇവരെല്ലാവരും ഒരേ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ റിസോർട്ടിലേക്ക് വരാനുള്ള പ്രധാന കാരണം തന്നെ തൊട്ടടുത്തുള്ള കാട് എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെ വൈകുന്നേരമായതും എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. ഒന്നാമത്തെ കാരണം നമ്മളെല്ലാവരും ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുകയല്ലേ. രണ്ടാമത്തത് എൻ്റെ ഷെയർസ് എല്ലാം ഞാൻ വിറ്റു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പിന്റെ ചെലവ് മുഴുവൻ എൻ്റെ വക എന്ന് റിച്ചി പറയുകയാണ്. എന്നിട്ട് എല്ലാവരുടെയും ക്ലാസ്സിലും ഷാമ്പയിനും മറ്റൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. എൻജോയ് ചെയ്യാണ്. പക്ഷെ അവൻ്റെ ഈ ഒരു സന്തോഷമെല്ലാം കണ്ടിട്ട് അജയ്ക്ക് നല്ല അസൂയ വരുന്നുണ്ട്. അതവൻ അവൻ്റെ വൈഫായിട്ടുള്ള മായയോട് തുറന്നു പറയുന്നുണ്ട്. മായ അപ്പോൾ പറയുന്നുണ്ട്, എന്തിനാ വെറുതെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു ട്രിപ്പ് കുളമാക്കുന്നത്. അതും പറഞ്ഞ് അവളാണെന്നുണ്ടെങ്കിൽ അല്പം റൊമാൻറ്റിക്കായി വന്നതും ആ ഒരു സമയത്താണ് അവനൊരു കോൾ വരുന്നത്. ഇനി ഇവിടെ ഇരുന്നിട്ട് ഒരു പ്രയോജനവുമില്ലെന്ന് മനസ്സിലാക്കി അവളാണെന്നുണ്ടെങ്കിൽ പതിയെ എണീറ്റ് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ പിറ്റേന്നായതും എല്ലാവരും പറഞ്ഞ പോലെ ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നിക്ക് എന്ന പേരുള്ള ഒരാളാണ് ഇവരെ ഗൈഡ് ചെയ്തിട്ട് ഈ ഒരു കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും നിക്ക് ലൈഫ് ജാക്കറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ യാത്ര ആരംഭിക്കാനായിട്ട് പോവുകയാണ്. കയാക്കിങ്ങിനാണ് പോകുന്നത്. 2 പേർക്ക് ഇരിക്കാൻ മാത്രം പറ്റുന്ന ഒരു ചെറിയ ബോട്ട്. ഓരോ കപ്പിൾസ് വീതം ഓരോ ബോട്ടിലും കയറുകയാണ്. നിക്കാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കൊരു ബോട്ടിലാണ് ഉണ്ടായിരുന്നത്. പോകുന്ന വഴിയിൽ ചിലപ്പോൾ വെള്ളത്തിൽ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വിലപിടിപ്പുള്ള ഫോണോ മറ്റു ഓർണമെന്റ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നിക്കിന്റെ അടുത്ത് ഈ ഒരു ബാഗിലേക്ക് തന്നോളൂ എന്ന് നിക്ക് പറയുന്നുണ്ട്. എല്ലാവരും അവരുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം ബാഗിൽ ഇട്ടപ്പോൾ അജയ് മാത്രം ഒന്നും ഇടുന്നില്ല. നീ എന്താടാ ഒന്നും ഇടാത്തത്? അത്രയ്ക്ക് വലിയ രഹസ്യമുണ്ടോ ഫോണില്? അങ്ങനെയൊന്നുമില്ല, ഞാനത് ഇടുന്നില്ല എന്നാണ് അജയ് പറയുന്നത്. കുറച്ചു നേരം ഈ ഒരു കയാക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള പ്രാക്ടീസും മറ്റൊക്കെ നിക്ക് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇവർ യാത്ര തുടങ്ങുന്നത്. മുന്നിലായിട്ട് നിക്ക്, അതിനെ ഫോളോ ചെയ്തിട്ട് ഇവരെല്ലാവരും തുഴഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പദൂരം ചെയ്തതും പെട്ടെന്നാണ് ജാസ്മിൻ വൊമിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ബോട്ട് സൈഡിലേക്ക് ഒതുക്കിയ ശേഷം അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഛർദ്ദിക്കാനായിട്ട് തുടങ്ങി. ഇതേ സമയം കാടിന്റെ മറ്റൊരു വശത്ത് കപ്പിൾസ് ആയിട്ടുള്ള 2 ബൈക്ക് റൈഡേഴ്സ് അവിടെ മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. കൂടെ തന്നെ ഫോണിൽ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് അവര്. അതിന് നല്ല വ്യൂസും കിട്ടുന്നുണ്ട്. എങ്കിൽ പിന്നെ കാടിനുള്ളിലേക്ക് പോയി കുറച്ചുകൂടി ഷൂട്ട് ചെയ്യാനാണ് ഇവരുടെ വിചാരം. അങ്ങനെ 2 പേരും കൂടി കാടിനുള്ളിലേക്ക് പോകുന്നു. വലിയ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബൈക്ക് റൈഡേഴ്സ് ആണെന്ന 2ൻ്റെയും വിചാരം. അങ്ങനെ 2ഉം കൂടി പോകുമ്പോൾ ഇവരുടെ ഫ്രണ്ടിൽ പോയിട്ടുണ്ടായിരുന്ന ഒരാളുടെ തലയാണെന്നുണ്ടെങ്കിൽ ആരോ വെട്ടുന്നുണ്ട്. ഇത് കണ്ട ആ ലേഡി ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബാലൻസ് തെറ്റിയിട്ട് താഴേക്ക് വീഴാണ്. എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഒരു വിധത്തിൽ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അയാളുടെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴോ തല വേറെ ഉടൽ വേറെ എന്ന അവസ്ഥയിലാണ് ഇപ്പൊ കിടക്കുന്നത് അയാള്.
പിന്നെ പറയണ്ടല്ലോ, അവളാണെന്നുണ്ടെങ്കിൽ നിലവിളിച്ച് അവിടെ നിന്നും ഓടാനായിട്ട് തുടങ്ങി. പക്ഷെ എങ്ങോട്ട് ഓടണം, ഏത് വഴി പോകണം എന്നുള്ള ഒരു ഐഡിയയും അവക്ക് കിട്ടുന്നില്ല. ബൈക്കിൽ നിന്ന് വീഴുന്ന വഴിക്ക് ഒരു കാലില് പരിക്ക് പറ്റിയത് കാരണം സ്പീഡിൽ ഓടാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു വിധത്തിൽ ആ കാലം കൊണ്ട് വേച്ച് വേച്ച് അവൾ ഓടിച്ചെന്ന് നിൽക്കുന്നത് ഒരു വലിയ ഗുഹയുടെ മുന്നിലേക്കാണ്. തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൾ അതിനകത്തേക്ക് ഓടിക്കയറുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്നോ ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നോ അവൾക്കൊരു എത്തും പിടിയില്ല. ആകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ് ഈ ഒരു പെൺകുട്ടി. ഇരുട്ടായത് കാരണം അതിനകത്ത് ഒന്നും തന്നെ നല്ലതുപോലെ കാണാൻ പറ്റുന്നില്ല. അവൾ വേഗം പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ലൈറ്റർ എടുത്ത് കത്തിച്ചു. അതിന്റെ വെട്ടത്തില് ഗുഹയിലെ ചുവരുകളിലായിട്ട് എന്തൊക്കെയോ വരച്ചു വെച്ചിരിക്കുന്നത് അവൾ കാണുന്നുണ്ട്. അതും കൂടി കണ്ടതും അവൾക്ക് നല്ല പേടിയായി. പെട്ടെന്ന് അവൾക്കൊരു ഐഡിയ തോന്നുകയാണ്. അവൾ തന്റെ ഫോൺ എടുത്തിട്ട് ഒരു ലൈവ് സ്ട്രീം ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് കണ്ട ആരെങ്കിലും അവളെ രക്ഷിക്കാൻ വന്നാലോ? എന്നാൽ ഇതേ സമയം തന്നെ അവളുടെ പുറകിൽ നിന്നിരുന്ന ആളെ അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്കണം, എന്റെ കൂടെ വന്ന ആളെ ഇവർ കൊന്നു എന്നൊക്കെ അവൾ വിളിച്ച് പറയുന്നുണ്ട് ഈ ഒരു സ്ട്രീമിങ്ങിലൂടെ. ഈ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നില്ലേ, അയാളുടെ തലയാണല്ലോ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു തലയും പിടിച്ചുകൊണ്ട് ഈ ഒരു നരഭോജി ഇപ്പൊ അവളുടെ മുമ്പിലേക്ക് വരികയാണ്. എന്നിട്ട് ഇവളുടെ തലയും എടുക്കുകയാണ്. ഇതേ സമയം നമ്മുടെ കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ ബോട്ടെല്ലാം ഒതുക്കിയിട്ട് വിശ്രമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ രാത്രിയായി. ഉറക്കം വരാത്തത് കാരണം മായ ഇപ്പോൾ നമ്മുടെ നിക്കുമായിട്ട് സംസാരിച്ചിരിക്കുന്നു. നിങ്ങൾ മാരീഡ് ആണോ? അവളുടെ ആ ഒരു ചോദ്യത്തിന് നിക്ക് ചിരിക്കുകയാണ് ചെയ്തത്. എൻ്റെ ജീവിതം ഈ ഒരു കാടിനുള്ളിലാണ്, അതുകൊണ്ട് എനിക്ക് വൈഫും കുട്ടികളും ഒന്നുമില്ല. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ വലിയൊരു ഫാനായിരുന്നു ഞാൻ. പുള്ളിക്കും ഇത് തന്നെയായിരുന്നു പണി. നമ്മൾ ഈ കാട്ടിൽ നിധിയൊക്കെ തേടി പോകില്ലേ, അതുപോലെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ അന്വേഷിച്ച് ആളും ഈ ഒരു കാട്ടിൽ വരുമായിരുന്നു. അദ്ദേഹം ഈ കാനിബൽസിനെ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പോകുന്ന വഴിയെ മനുഷ്യന്റെ അസ്ഥികൂടങ്ങൾ വരെ പുള്ളിക്കാരൻ കാണുമായിരുന്നു അത്രേ. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തെയും കാണാതായി. അദ്ദേഹത്തെ നരഭോജികൾ കൊന്നതായിരിക്കുമെന്ന് അപ്പോൾ ഈ ഒരു മായ ചോദിക്കുന്നുണ്ട്. കഥയൊക്കെ കേട്ടതിന് ശേഷം എല്ലാവരും ഇപ്പോൾ ഉറങ്ങാനായിട്ട് കിടക്കുകയാണ്. കുറേ സമയം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടത് ജോസ്മിൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോവുകയാണ്. പക്ഷേ അവൾക്ക് തോന്നിയതാവെന്ന് വിചാരിച്ചിട്ട് അവൾ മൂത്രം ഒഴിക്കാനായിട്ട് പോയതും അവളെ പെട്ടെന്ന് തന്നെ ഒരാൾ പുറകിൽ വന്ന് പിടിക്കുക. അത് നമ്മുടെ അജയ് ആയിരുന്നു. കുറേ നാളുകളായിട്ട് ഇവർ തമ്മിലുള്ള ഡിങ്കോൾഫിക്കേഷനും മറ്റൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഡൈവേഴ്സ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ മായയും റിച്ചും ആണെന്നുണ്ടെങ്കിൽ ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും അതിനെതിരെ ഒന്നും തന്നെ മിണ്ടിയില്ല. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു മായ. റിച്ചിക്കാണെന്നുണ്ടെങ്കിൽ തൻ്റെ വികാരത്തെ പിടിച്ചു നിർത്താൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ പൊട്ടിക്കരഞ്ഞു പോയി. അങ്ങനെ നേരം വെളുത്തു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാവിലെ മുതൽ റിച്ചിയെ കാണുന്നില്ല. ഇവരുടെ ഒരു ബോട്ടും മിസ്സിംഗ് ആണ്. ആരോടും പറയാതെ ബോട്ടും എടുത്തുകൊണ്ട് എങ്ങോട്ടാണ് അവൻ പോയേ? എല്ലാവരും വേഗം തന്നെ ബോട്ടിലേക്ക് കയറി. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് റിച്ചിനെ അന്വേഷിച്ചിറങ്ങാണ്. അല്പദൂരം മുന്നോട്ടേക്ക് പോയപ്പോഴേക്കും രണ്ട് വഴിയായിട്ടാണ് തിരിയുന്നത്. ഒരു വഴിയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കുത്തൊഴുക്കുള്ള സ്ഥലം, മറ്റേതാണെന്നുണ്ടെങ്കിൽ സാധാരണ പോലെ. എങ്കിൽ ആ വഴിയെ പോകാമെന്ന് എല്ലാവരും തീരുമാനിക്കുന്നു. പക്ഷെ അത് പറ്റില്ല. ആ വഴി നരഭോജികളുടെ അടുത്തേക്കുള്ള വഴിയാണ്. ഈ വഴി അവൻ പോകാൻ ഒരു ചാൻസുമില്ല. ഇതുവഴി തന്നെയായിരിക്കും അവൻ പോയിട്ടുണ്ടാവുക. നീക്ക് എത്ര പറഞ്ഞു നോക്കിയിട്ടും അതൊന്നും അജയ് കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഒടുക്കം അവര് ആ ഒരു നരഭോജികളുള്ള ആ വഴിയിലൂടെ തന്നെ പോകുവാൻ തീരുമാനിക്കുകയാണ്. ആ വഴി തന്നെ കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ റിച്ചിയുടെ ആ ഒരു ബോട്ട് അവർ കണ്ടെത്തി. അജയ് നോക്കുമ്പോൾ അവന്റെ ലൈഫ് ജാക്കറ്റ് ഒരു സൈഡിലായിട്ട് കിടക്കുന്നുണ്ട്. എങ്കിൽ തീർച്ചയായിട്ടും അവൻ ഈ കാടിനുള്ളിലേക്ക് പോയി കാണും. പക്ഷെ നമ്മുടെ നിക്കാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ ഈ കാട്ടിനുള്ളിലേക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ അവനെ കണ്ടുപിടിച്ചിട്ട് വാ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുന്നു അവൻ പറയുന്നുണ്ട്. അങ്ങനെ ബാക്കി മൂന്നുപേരും കൂടി ചേർന്നിട്ട് നമ്മുടെ റിച്ചി അന്വേഷിച്ചിട്ട് ആ ഒരു കാട്ടിനുള്ളിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് കുറെ ട്രാപ്പൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവർ കാണുന്നുണ്ട്. അതിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തം കണ്ടതും എല്ലാവർക്കും ശരിക്കും പേടിയാവുന്നുണ്ട്. പക്ഷെ റിച്ചിയെ കണ്ടുപിടിച്ചല്ലേ പറ്റുള്ളൂ. അത് കാരണം അവർ വീണ്ടും മുന്നോട്ട് നടക്കാനായിട്ട് തുടങ്ങി. ഇവർ ചെന്നെത്തുന്നതാണെങ്കിലോ തുടക്കത്തിൽ ആ ഒരു ബൈക്ക് റൈഡറുകളായിട്ടുള്ള പെൺകുട്ടി കയറിപ്പോയ ആ ഒരു ഗുഹയുടെ മുന്നിൽ. ഇവിടെ ഇതേ സമയം അവർ തിരികെ വരുന്നതും കാത്തിരിക്കുകയാണ് നിക്ക്. അപ്പോഴാണ് കാട്ടിനുള്ളിൽ നിന്ന് ആരോ നടക്കുന്നത് പോലെ അവന് തോന്നുന്നത്. ഒരു ശബ്ദം. ഒരു പക്ഷേ അത് റിച്ചി ആയിരിക്കുമോ എന്നുള്ള സംശയം അവനിൽ ഉദിച്ചു. അതുകൊണ്ട് തന്നെ അവൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്ന് നോക്കുകയാണ്. പക്ഷേ അവിടെ കണ്ട കാഴ്ച അവൻ ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ പുല്ലുകൊണ്ടുണ്ടാക്കിയ ഒരുപാട് മനുഷ്യരൂപങ്ങൾ. അതിനകത്തായിട്ട് നരഭുജികൾ കൊന്നിട്ടുണ്ടായിരുന്ന ആളുകളുടെ വസ്ത്രങ്ങളും മറ്റുള്ള പല വസ്തുക്കളും ഇരിക്കുന്നുണ്ട്. പെട്ടെന്നൊരു ശബ്ദം കേട്ടിട്ട് നിക്ക് തിരിഞ്ഞു നോക്കി. ഒരു പാവയുടെ രൂപത്തിൽ കണ്ണടച്ച് കിടക്കുന്ന ഒരു നരഭോജി. ഇവൻ അയാളെ കണ്ടതും ഒരൊറ്റ ഓട്ടം. നേരെ ഈ ഒരു നരഭോജിയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ പിന്നാലെ ഓടുന്നുണ്ട്. ബോട്ടിൽ കയറി അവിടെ നിന്ന് ബോട്ടും എടുത്തുകൊണ്ട് പോകാൻ നിൽക്കുമ്പോഴാണ് വെള്ളത്തിനടിയിൽ നിന്ന് ഒരു നരഭോജി വന്നിട്ട് അവൻ്റെ കഴുത്തിനിട്ടിട്ട് പണി കൊടുക്കുന്നത്. ഇതേ സമയം ഇവിടെ റിച്ചിയെ അന്വേഷിച്ചിട്ട് ഈ ഒരു ഗുഹയിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന 3 പേരാണെന്നുണ്ടെങ്കിൽ ഈ ഗുഹയിൽ നിൽക്കുമ്പോൾ പെട്ടെന്നാണ് റിച്ചി അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരെ അങ്ങോട്ട് പേടിപ്പിക്കുന്നത്. 3ന്റെയും നല്ല ജീവൻ അങ്ങ് പോയി. നീ ഇത് എവിടെ പോയതാ? എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. അപ്പോൾ കരുതി ഇവിടേക്കൊന്ന് ചുറ്റി നടന്ന് കാണാമെന്ന്.
എന്തായാലും ആപത്തൊന്നുമില്ലാതെ ആളെ തിരിച്ചു കിട്ടിയല്ലോ. അങ്ങനെ ഇവർ 4 പേരും കൂടി ചേർന്നിട്ട് തിരികെ നടക്കാനായിട്ട് തുടങ്ങി. ഏറ്റവും പിറകിലായിട്ടാണ് റിച്ചിയും അജയും നടക്കുന്നത്. "അജയ്, നീ നിന്റെ ഫോൺ പാസ്വേഡ് വെച്ച് ലോക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ വെറുതെ ഈ ഫോൺ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ട് കാര്യമൊന്നുമില്ല." അതും പറഞ്ഞിട്ട് അജയുടെ ഫോണാണെന്നുണ്ടെങ്കിൽ എടുത്ത് റിച്ചി ഇപ്പം അവൻ്റെ കൈ കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് നിറയെ അജയും ജാസ്മിനും ചേർന്നിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം റിച്ചി കണ്ടിട്ടുണ്ടായിരുന്നു. അജയ് ഒന്നും പറയാനാകാതെ നിന്നുപോയി. അല്ല, ഇനി പറഞ്ഞിട്ട് എന്തിനാ? അങ്ങനെ ഇവർ 4 പേരും കൂടി ചേർന്നിട്ട് ബോട്ടിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴേക്കും അവിടെ നിക്കിനെ കാണുന്നില്ല. ഒരുപക്ഷെ ഇവർ വരാത്തത് കൊണ്ട് തിരികെ പോയതായിരിക്കും എന്ന് ഇവർ കരുതിയിട്ട് അധികം ഒന്നും ചിന്തിക്കാതെ 4 പേരും കൂടി ബോട്ടും എടുത്ത് തിരികെ പോവാണ്. അവർ ക്യാമ്പ് ചെയ്തിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ അവർ എത്തിയിട്ടുണ്ട്. അവിടെ നിക്കിൻ്റെ ബോട്ട് മാത്രമല്ല, ചരുവത്തിലായിട്ട് എന്തോ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും മരച്ചീനിയോ മറ്റൊക്കെ പുഴുങ്ങാൻ വെച്ചായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇവർ അങ്ങോട്ടേക്ക് ആകാംക്ഷയോട് കൂടി ചെന്ന് നോക്കുകയാണ്. അത് നല്ല അസല് തലക്കറിയായിരുന്നു. നിക്കിന്റെ തല വെട്ടിയിട്ട് ഈ നരഭോജികൾ നല്ല അടിപൊളി കറി വെച്ചേക്കാണ്. ഇത് കണ്ടതും അജയാണെന്നുണ്ടെങ്കിൽ റിച്ചിയോട് ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. "നീ ഒരുത്തൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആരും ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു." രണ്ടും കൂടി അവിടെ കിടന്ന് അടിയാവുമെന്ന് വിചാരിച്ചപ്പോൾ മായ വന്നിട്ട് ഇവരെ പിടിച്ചു മാറ്റുന്നുണ്ട്. "ഇവിടെ കിടന്ന് കുരച്ചിട്ട് ഒരു കാര്യമില്ല, നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി നോക്കാം" എന്നാണ് മായ പറയുന്നത്. അങ്ങനെ അടിയൊക്കെ മാറ്റി വെച്ചിട്ട് 4 പേരും കൂടി ബോട്ടെടുത്ത് തിരിക്കുകയാണ്. അല്പദൂരം മുന്നോട്ടേക്ക് ചെന്നപ്പോൾ ഇവർ കാണുന്നത് വഴിയുടെ കുറുകെയായിട്ട് ഒരു മരം വീണ് കിടക്കുന്നതാണ്. ഇതുവഴി ഇനി എങ്ങനെ പോകാനാ? 4 പേരും ബോട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ബോട്ടുകൾ മാത്രം മരത്തിനടിയിലുള്ള ഒരു ഗ്യാപ്പിലൂടെ അപ്പുറത്തേക്ക് കടത്തി വിടുന്നുണ്ട്. മരം ചാടിക്കടന്ന് ബാക്കിയുള്ളവർ അപ്പുറത്തേക്ക് പോയി. അജയാണെന്നുണ്ടെങ്കിൽ ചാടി കടക്കാനായിട്ട് നിന്നപ്പോഴാണ് വെള്ളത്തിനടിയിൽ നിന്ന് ഒരു നരഭോജി ചാടി വന്നിട്ട് അവൻ്റെ കയ്യിൽ വെട്ടാൻ പോകുന്നത്. അപ്പോഴേക്കും നമ്മുടെ റിച്ചിയും അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവനെ രക്ഷിക്കാൻ നോക്കുന്നു. അങ്ങനെ ആ ഒരു നരഭോജിയും റിച്ചിയും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒടുക്കത്തെ ഫൈറ്റ് നടക്കുക. അങ്ങനെ ഒരു വിധത്തിൽ ഈ ഒരു നരഭോജിയുടെ നെഞ്ചിലോട്ട് ഒരു പണി കൊടുത്തു. അതോടുകൂടി അതിന്റെ കാറ്റ് പോയി. പക്ഷെ ഈ പ്രശ്നം നടക്കുന്നതിന്റെ ഇടയിൽ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന 2 ബോട്ടുകൾ ഒഴുകി പോയിട്ടുണ്ടായിരുന്നു. അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് അത് പോയിട്ടുണ്ടായിരുന്നത്. ഇവർ ചെന്ന് പിടിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. ആ 2 ബോട്ടുകളും തവിട് പൊടിയായി. നേരത്തെ നെഞ്ചിനിട്ട് പണി കൊടുത്ത ആ ഒരു നരഭോജി ഉണ്ടായിരുന്നില്ലേ, പുള്ളിക്കാരൻ ചത്തിട്ടുണ്ടായിരുന്നില്ല. അതങ്ങനെ നിരങ്ങി കരയിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അപ്പോഴാണ് അയാളുടെ അടുത്തേക്ക് ഈ ഒരു നരഭോജിയുടെ തലവൻ വരുന്നത്. ഈ തലവനാണെന്നുണ്ടെങ്കിൽ വയ്യാണ്ട് കിടക്കുന്ന ഈ ഒരു നരഭോജിയുടെ ഹൃദയം അങ്ങോട്ട് എടുത്തതിന് ശേഷം പുള്ളിക്കാരൻ കുറുകുറെ തിന്നുന്ന പോലെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവർ 4 പേരും വഴി അറിയാതെ എങ്ങോട്ടൊന്നില്ലാതെ കാട്ടിലൂടെ കിടന്ന് ഓടുകയാണ്. എത്ര ഓടിയിട്ടും ഒരു പ്രയോജനവും ഇല്ലെന്ന് അവർക്ക് പിന്നീട് മനസ്സിലായി. അപ്പോഴാണ് നിക്ക് പറഞ്ഞ ഒരു കാര്യം അവർക്ക് ഓർമ്മ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവർ 4 പേർക്കും ഈ ഒരു കാട് വിട്ടു പോകാൻ പറ്റില്ല എന്ന് നരഭോജികൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഇവരെ 4 പേരെയും ഈ ഒരു കാട്ടിലൂടെ ഇട്ട് വട്ടം ചുറ്റിച്ച ശേഷം പതിയെ ഓരോരുത്തരെയും തീർത്ത് കളയാനായിട്ടാണ് അവരുടെ പ്ലാന്. പക്ഷെ വെറുതെ ചെന്ന് അങ്ങ് നിന്നൊടുക്കാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അങ്ങനെ രാത്രിയായി. നടന്ന് ഒരു പരുവമായിട്ടുണ്ട്. കൂടെ ഒടുക്കത്തെ വിശപ്പുണ്ട്. അവർ നമ്മളെ ഈ കാട് വിട്ടുപോകാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചേ പറ്റുള്ളൂ എന്നിവരെല്ലാവരും പറയുന്നുണ്ട്. "ഇന്ന് രാത്രി ഞാൻ ഇവിടെ കാവലിരിക്കാം, നിങ്ങൾ പോയിട്ട് ഉറങ്ങിക്കോളൂ" എന്നും പറഞ്ഞിട്ട് റിച്ചി അവർക്ക് കാവലിരിക്കാൻ തുടങ്ങി. പക്ഷേ മായയ്ക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. അവളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിച്ചിയുടെ കൂടെ വന്നിരിക്കുകയാണ്. ശേഷം കഴിക്കാനായിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴവും അവന് കൊടുക്കുന്നുണ്ട്. "എനിക്ക് വിശപ്പില്ല മായ, നീ പോയി കിടന്നുറങ്ങിക്കോ" എന്നാണ് അവൻ പറയുന്നത്. മായ അപ്പം ചോദിക്കുന്നുണ്ട്, "നിനക്കെന്താ ഇത്ര ടെൻഷൻ?" അപ്പോൾ അവൻ പറയാണ്, "ജാസ്മിൻ പ്രഗ്നൻ്റ് ആണ്. പക്ഷേ അത് എൻ്റെ കുഞ്ഞല്ല. കാരണം എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല. ഇത് അജയുടെ കുഞ്ഞാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നെ അവൾ ചതിക്കുകയായിരുന്നു എന്ന് എനിക്കറിയാം. എങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും അവളെ ഇവിടുന്ന് രക്ഷിക്കണം." തൻ്റെ ഭാര്യ തന്നെ ചതിക്കുകയായിരുന്നെന്ന് അറിഞ്ഞിട്ടും അവളെ രക്ഷിക്കാനുള്ള ശ്രമത്തിലായിരുന്നു റിച്ചി. കാരണം അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവന്. ഒരുപാട് സമയം കഴിഞ്ഞുപോയി. അടുത്തതായിട്ട് അജയുടെ ടേണാണ്. കാവലിരിക്കാനായിട്ട് അവൻ തൻ്റെ മൊബൈൽ നോക്കിയിരിക്കുമ്പോഴാണ് ഒടുക്കത്തെ കൊതുക് കടി. കുത്തുകിട്ടി ഒരു പരുവമാകുമെന്ന് മനസ്സിലായപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ മൊബൈലും കൊണ്ട് കുറച്ചും കൂടി മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടക്കുമ്പോഴാണ് അവൻ്റെ കാല് ചെളിയിലേക്ക് പൂഴ്ന്നു പോകുന്നത്. അവന് പെട്ടെന്നൊരു ഐഡിയ തോന്നുകയാണ്. മൊബൈൽ ഓഫ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം അവൻ ആ ചെളിയിലേക്ക് അങ്ങോട്ട് കിടക്കുകയാണ്. ശേഷം ദേഹം മുഴുവൻ ചെളി കൊണ്ട് വാരി പൂശുവാണ്. ശരീരം മുഴുവൻ ചെളിയിലേക്ക് പൂഴ്ത്തി വെച്ചിട്ട് തല മാത്രം പുറത്തേക്ക് വെച്ച് കിടക്കുകയാണ്. അല്പനേരം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നരഭോജി അങ്ങോട്ടേക്ക് വരികയാണ്. അജയ് ചെളിയിൽ നിന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ നരഭോജി അവനെ കണ്ടില്ല. ബാക്കിയുള്ള 3 പേരെയും ലക്ഷ്യം വെച്ച് ഈ നരഭോജി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയതും അജയ് ചാടി വീണ് അതിൻ്റെ പിന്നിൽ നിന്നും അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. പിന്നീട് 2 പേരും കൂടി ഒരു ഫൈറ്റാണ്. ശബ്ദം കേട്ടുകൊണ്ട് റിച്ചിയും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. എന്നാൽ നരഭോജിയുടെ അടി കിട്ടിയതും അജയാണെന്നുണ്ടെങ്കിൽ താഴെയുള്ള ഒരു കുഴിയിലേക്ക് തെന്നി വീണ് പോകുന്നുണ്ട്. ഒരു കല്ലിൽ ചെന്ന് തലയിടിച്ച് അവൻ്റെ ബോധം പോവുകയും ചെയ്തു.
പിന്നീട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് അവന് ബോധം വരുന്നതും. ബോധം വന്നതും ശബ്ദമുണ്ടാക്കാതെ അവൻ പതിയെ മുന്നോട്ടേക്ക് നടക്കാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് അവൻ ആ കാഴ്ച കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ നരഭോജികളെല്ലാം കൂടി ചേർന്നിട്ട് റിച്ചിയെ കെട്ടിവലിച്ച് കൊണ്ടുപോവുകയാണ്. ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അവനെ ഇട്ട ശേഷം അവർ മാറി നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ചിലപ്പോൾ എങ്ങനെ കറി വെക്കണം എന്നുള്ള ചർച്ചയിലായിരിക്കും. ഈ ഗ്യാപ്പ് നോക്കിയിട്ട് നമ്മുടെ അജയ് ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഐ എം സോറി റിച്ചി, എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ നിനക്ക് പ്രോമിസ് തരുന്നു, ഉറപ്പായിട്ട് ഞാൻ ജാസ്മിനെയും മായയും രക്ഷിച്ചിരിക്കും. എന്നാൽ ഇത് കേട്ട് റിച്ചി തന്നെയും ഇവിടുന്ന് രക്ഷിക്കാൻ അവനോട് കാല് പിടിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇത്രയും നരഭോജികളുടെ അടുക്കിൽ നിന്ന് എങ്ങനെ ഇവനെ രക്ഷിക്കാനായിട്ടാണ് അജയ്ക്ക് സാധിക്കുക? പെട്ടെന്ന് തന്നെ ഈ നരഭോജികൾ വന്നിട്ട് റിച്ചിയെ അവിടെ നിന്നും വലിച്ചഴിച്ച് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ഒരു നരഭോജിയുടെ കുട്ടി വന്നിട്ട് നമ്മുടെ റിച്ചിയെ അങ്ങോട്ട് തീർത്ത് കളയുകയാണ്. ഇപ്പോൾ നേരം വെളുത്തിട്ടുണ്ട്. ഇതൊന്നും അറിയാതെ ജാസ്മിനും മായയും നല്ല ഉറക്കാണ്. അങ്ങോട്ടേക്ക് വന്ന അജയുടെ കോലം കണ്ടതും ഇവർ രണ്ടുപേരും ഞെട്ടിപ്പോയി. റിച്ചി എവിടെയെന്നാണ് ജാസ്മിൻ തിരക്കിയത്. മായയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അവൻ നമുക്ക് മുന്നേ പോയിട്ടുണ്ട്, രക്ഷപ്പെടാൻ വല്ല ജീപ്പോ മറ്റോ കിട്ടുമോ എന്നറിയാൻ വേണ്ടി പോയതാ എന്ന് അവൻ പറയുന്നുണ്ട്. ഉടനെ തന്നെ അവൻ തിരികെ വരും. അത്രയും പറഞ്ഞ് അവരെയും കൊണ്ട് അജയ് മുന്നോട്ടേക്ക് നടക്കാനായിട്ട് തുടങ്ങി. പക്ഷേ കൊടും കാടാണ്, എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കുറച്ചും കൂടി മുന്നോട്ടേക്ക് നടന്നതും അവരൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് തുടങ്ങി. എന്ന് വെച്ചാൽ തൊട്ടടുത്താണ് ഇവർ വന്ന നദി ഉള്ളത്. 3 പേരും കൂടി ചേർന്ന് വേഗം അങ്ങോട്ടേക്ക് ഓടുകയാണ്. എന്നാൽ അവരുടെ പിറകെ തന്നെ ഈ നരഭോജികളും ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കി അവർ വീണ്ടും കാടിനുള്ളിലേക്ക് തന്നെ കയറി ഓടാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് നരഭോജികൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ട്രാപ്പിലേക്ക് നമ്മുടെ ജാസ്മിൻ വീണു പോവുകയാണ്. അതിൽ നിന്നും ഇവളെ രക്ഷിക്കാനായിട്ട് ഇവർ നന്നേ പാടുപെടുന്നുണ്ട്. ഒരുവിധം അവളെ മുകളിലേക്ക് വലിച്ചു കയറ്റി. നരഭോജികൾ എപ്പോൾ വേണമെങ്കിലും വരാം. അങ്ങനെ 3 പേരും വീണ്ടും ഓടാനായിട്ട് തുടങ്ങി. ഓടി ഓടി അവരൊരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്തിയത് അവർക്കൊരു കാര്യം ഓർമ്മ വന്നു. എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളച്ചാട്ടത്തിന് ശേഷമുള്ള കാട് കഴിഞ്ഞുള്ള സ്ഥലം ഇവരുടെയാണ്. അവിടെ എത്തിയ വേഗം റോഡിലേക്ക് എത്താനായിട്ട് പറ്റും. അങ്ങനെ ഇവർ 3 പേരും കൂടി ചേർന്നിട്ട് ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്തു ചാടുന്നു. വെള്ളത്തിലൂടെ നടന്ന് കുറച്ചുകൂടി മുന്നോട്ടേക്ക് ചെന്നതും അവർ നേരത്തെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന ബോട്ട് അവിടെ വെച്ച് അവർക്ക് കിട്ടുന്നുണ്ട്. ആ ബോട്ട് കണ്ടിട്ട് ശ്വാസം തിരിച്ചു കിട്ടിയ ഫീലായിരുന്നു ഇവർക്ക് 3 പേർക്കും. അങ്ങനെ പിന്നീടുള്ള യാത്ര മുഴുവൻ ആ ഒരു ബോട്ടിലായിരുന്നു. കുറേ ദൂരം അവർ അങ്ങനെ ആ ഒരു ബോട്ടിലൂടെ തന്നെ മുന്നോട്ടേക്ക് പോയി. അപ്പോഴേക്കും മായയും ജാസ്മിനും അറിയാതെ ഉറങ്ങിപ്പോയിരുന്നു. അവരെ ഉണർത്താതെ തന്നെ അജയ് പതിയെ ബോട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി. ശേഷം വീണ്ടും കാടിനുള്ളിലേക്ക് തന്നെ നടന്നു. എന്നിട്ട് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്നിട്ട് ആ ഒരു ക്ലിപ്പാണെന്നുണ്ടെങ്കിൽ പ്ലേ ചെയ്തിട്ട് ഒരു മരത്തിൻ്റെ അവിടെ വെക്കുന്നുണ്ട്. ഈ ഒരു ശബ്ദം കേട്ടിട്ട്, വീഡിയോയുടെ സൗണ്ട് കേട്ടിട്ട് ഈ നരഭോജി അങ്ങോട്ടേക്ക് വരികയാണ്. ഇതെന്ത് കുന്തമാണെന്ന് മനസ്സിലാകാണ്ട് അങ്ങേരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അജയ് ആണെന്നുണ്ടെങ്കിൽ ഈ നരഭോജിയുടെ പുറകിൽ കൂടെ വന്നിട്ട് നരഭോജിയുടെ കവള് നോക്കിയിട്ട് ഒന്നാണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇവർ രണ്ടുപേരും തമ്മിൽ ഒടുക്കാത്ത ഫൈറ്റ് നടക്കുകയാണ്. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും നമ്മുടെ അജയ്ക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നരഭോജിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ബോട്ടിൽ മയങ്ങിക്കിടക്കുന്ന ജാസ്മിനെയും മായയെയും ഈ നരഭോജി കാണുന്നത്. അയാൾ പെട്ടെന്ന് തന്നെ അജയ് ഒരു മരത്തിലേക്ക് കെട്ടിയിടുന്നു. ശേഷം അവന്റെ കത്തി ആ മരത്തിൽ തന്നെ കുത്തിവെക്കുന്നു. മായയും ജാസ്മിനുമുള്ള ആ ഒരു ബോട്ട് അടുത്തെത്താറായതും അതിലേക്ക് ചാടാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് ഈ ഒരു നരഭോജി. എന്നാൽ അപ്പോഴേക്കും അജയ് ആ ഒരു കത്തി വലിച്ചൂരിയെടുത്ത് അവന്റെ കഴുത്തിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു കയർ മുറിച്ചതിന് ശേഷം അതേ കത്തി കൊണ്ട് നരഭോജി കിട്ടിട്ട് എറിയുകയാണ്. പക്ഷേ എന്നിട്ടും അയാൾ അടങ്ങിയില്ല. അവരുടെ അടുത്തേക്ക് വീണ്ടും അവരെ കൊല്ലാനുള്ള തന്ത്രപ്പാടിലാണ്. പക്ഷേ അജയ് വിട്ടുകൊടുത്തില്ല. കയ്യിൽ തടഞ്ഞ വലിയൊരു കത്തി എടുത്തുകൊണ്ട് നരഭോജിക്ക് ഇട്ടിട്ട് വീണ്ടും ഒരു പണി കൊടുക്കുന്നു. അയാളെ കൊല്ലുന്ന സമയത്തെല്ലാം തന്നെ അവൻ്റെ മനസ്സ് മുഴുവൻ റിച്ചിയായിരുന്നു. റിച്ചിയെ കൊന്ന ദേഷ്യം മുഴുവൻ അവൻ അങ്ങോട്ട് തീർത്തു. എന്നിട്ട് ഇവരിവിടുന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോൾ ഒരുപാട് നരഭോജികൾ ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും 3 പേർക്കും ഒരുമിച്ച് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അജയ്ക്ക് ഉറപ്പായി. അവൻ വേഗം ജാസ്മിൻ്റെയും മായയുടെയും ആ ഒരു ബോട്ട് മുന്നോട്ടേക്ക് തള്ളിവിടുകയാണ്. കൂടെ വരാൻ മായ കരഞ്ഞു വിളിച്ച് പറയുന്നുണ്ടെങ്കിലും അത് നടക്കുന്ന കാര്യമല്ലെന്ന് അവന് നന്നായിട്ട് അറിയാം. അങ്ങനെ റിച്ചിക്ക് കൊടുത്ത പ്രോമിസ് പോലെ മായയും ജാസ്മിനെയും അവിടെ നിന്ന് അവൻ രക്ഷിച്ചു. എന്നിട്ട് നരഭോജികളുടെ കൂട്ടത്തിലേക്ക് അവൻ കയറി ചെല്ലുകയാണ്. പക്ഷേ അവൻ ഒറ്റയ്ക്കല്ലേ. 1-2 നരഭോജികളെ മാത്രമേ അവന് തീർക്കാനായിട്ട് കഴിയുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ നരഭോജികളും കൂടി ചേർന്നിട്ട് അജയ് തീർത്ത് കളയുകയാണ്. അങ്ങനെ മായയുടെയും ജാസ്മിൻ്റെയും ബോട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു വലിയ മലയുടെ അടുത്തായിട്ടാണ്. ഈ മലയുടെ അപ്പുറത്തെ വശത്താണ് ഇവർക്ക് പോകേണ്ട സ്ഥലവും. അങ്ങനെ 2 പേരും കൂടി പാറയിൽ പിടിച്ച് മുകളിലേക്ക് കയറാനായിട്ട് തുടങ്ങി. ഒടുക്കം കുറെ കഷ്ടപ്പെട്ട് അവർ കാടിന് വെളിയിലേക്ക് എത്തുന്നുണ്ട്. അവർ ആ റോഡിൽ കൂടി മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങിയതും അവിടേക്ക് ഒരു കാറ് വരുന്നുണ്ടായിരുന്നു. ആ കാറിലുണ്ടായിരുന്നവർ ഇവരെ രക്ഷിക്കുന്നു. ശേഷം ഇവരെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയുള്ളൊരു നരഭോജി കാട്ടിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം എന്തായിരിക്കും ചെയ്യുക?
ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കൂട്ടുകാർ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, മറക്കണ്ട. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡറി ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതിലും ഒന്ന് കയറി നോക്കിയേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.